നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. പ്രോണോളജിയെ അടിസ്ഥാനമാക്കിയ നാമശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ന്യൂമറോളജിസ്റ്റാണ്. ന്യൂമറോളജി എന്നാൽ കണക്കുകളുടെ ഒരു ലോകമാണ്, സിമ്പിൾ കണക്കാണ്. പക്ഷേ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോരോ ലെറ്റേഴ്സും ശരിയാവണ്ണം അടുക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പേരുകളിൽ പുരോഗതി ഉണ്ടാകും എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഇതിനു മുൻപുള്ള വീഡിയോസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ സെലിബ്രിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, രാജ്യങ്ങളുടെ കാര്യമൊക്കെ. ഈ ശാസ്ത്രശാഖ എല്ലാവർക്കും ഇന്നും മനസ്സിലായിട്ടില്ല, ഡെവലപ്പ് ചെയ്തു വരുന്നു. അനുഭവങ്ങളിലൂടെയാണല്ലോ പല കാര്യങ്ങളും നമ്മൾ ഗ്രഹിക്കുന്നതും നമ്മുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്. 7 എന്ന സംഖ്യയെക്കുറിച്ച് എപ്പോഴും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. എത്രയോ 7 ബന്ധപ്പെട്ട എത്ര വീഡിയോസ് നമ്മൾ ചെയ്തിരിക്കുന്നു. ഞാനായിട്ട് വരച്ച് വെച്ചിട്ടല്ല. 7 ദുരിതം ഇങ്ങനെയുണ്ട്. 7കാരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ കെടുതി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഏകദേശം എൻ്റെ സ്വന്തം അനുഭവത്തിൽ 20% ആൾക്കാർ 7 ബന്ധപ്പെട്ട ആൾക്കാർ രക്ഷപ്പെടും. അല്ലാതുള്ള ആൾക്കാർ അവരെ കെടുതി കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ 7 കാര്യങ്ങളാണ് ഇന്നും പറയുന്നത്. അടിയന്തരാവസ്ഥ എന്നാൽ എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഇതിനു മുൻപായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല ആൾക്കാരും കണ്ടിട്ടില്ല. പല വീഡിയോസും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമല്ലോ. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെട്ട് ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരും കണ്ടിട്ടില്ല അധികം. ഈ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ചരിത്ര സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ഇന്നലകളിൽ നടന്ന സംഭവങ്ങളാണ്. അല്ലാതെ ആരെയും വ്യക്തിപരമായിട്ട് നമ്മൾ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതേ ഇല്ല. പിന്നെ ചില ആൾക്കാർക്ക് ചില ഇസമുണ്ട്. ആ ഇസത്തിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ആൾക്കാർ പറയും അവരുടെ നേതാക്കന്മാർ പറയുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളതെല്ലാം തെറ്റാണ്. എന്നാൽ ആ അണികൾ ചിന്തിക്കേണ്ടേ, എൻ്റെ നേതാക്കന്മാരെല്ലാം മികച്ച രീതിയിൽ രക്ഷപ്പെട്ടു പോയി. ഏത് രാഷ്ട്രീയമായാലും, അത് BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, മാർക്സിസ്റ്റുകാരായാലും ശരി, നേതാക്കന്മാർ രക്ഷപ്പെട്ടു, അണികൾ ഇങ്ങനെ കറങ്ങി നടക്കും. അത് നടക്കട്ടെ, അതാണ് അവരുടെ വിധി. അപ്പോൾ നമുക്ക് 7 പറ്റി എടുക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. കോൺഗ്രസ് എന്ന് എടുക്കണ്ട. 1975 ജൂൺ മാസം 22 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. അത് പിൻവലിച്ചത് 1977 1977 മാർച്ച് 21. 75 ആരംഭിച്ച് 77 പിൻവലിച്ചു. അപ്പോൾ അത് കണക്കെടുക്കുമ്പോൾ നിങ്ങളൊരു പേപ്പർ എടുത്ത് എത്ര ഡേറ്റ് ആണെന്ന് എടുക്കണം. ഒരു പേപ്പർ എടുത്ത് എഴുതുക. 1977 മാർച്ച് 21. മാർച്ച് മീൻസ് 3 മാസം. അന്നാണ് പിൻവലിച്ചത്. ഇത് ആരംഭിച്ചതെന്നാണ് 1975 എഴുതി. 77 അടിയിൽ 75 എഴുതുക. മാർച്ച് മാസത്തിൻ്റെ അടിയിൽ 6 എഴുതുക. 21 അടിയിലായിട്ട് 22 എഴുതുക. അന്നാണ് ഇത് ആരംഭിച്ചത്, അടിയന്തരാവസ്ഥ. അപ്പോൾ കണക്കെടുക്കുമ്പോൾ 21 ദിവസം, അതിൽ നിന്നും 22 കുറയാൻ പറ്റത്തില്ല. അപ്പോൾ മാർച്ച് മാസത്തിൽ നിന്നും 30 ഡേയ്സ് 21 കൊണ്ടുവരിക. ഈ കണക്ക് നിങ്ങൾക്കറിയാം, പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കണക്ക് അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വിശദീകരിക്കുന്നത്. അറിയാവുന്നവർ ഓടിച്ച് കൊണ്ടുപോകൂ ഈ വീഡിയോ. 30 ദിവസം ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 30ഉം 21ഉം 51. 51 നിന്നും 22 ദിവസം കുറയ്ക്കുക. 51 നിന്നും 22 കുറയ്ക്കുമ്പോൾ 29 ദിവസം കിട്ടി. മാർച്ച് മാസത്തിൽ നിന്നും 30 ഡേയ്സ് മാറ്റി, പിന്നെ 2 മാസം, 2-ാം മാസമാണ്. ആ 2 മാസത്തിലേക്ക് 77, 1977 അത് വർഷമാണല്ലോ, ആ വർഷത്തിൽ നിന്നും 12 മാസം അവശേഷിച്ചിരിക്കുന്ന ആ ഫെബ്രുവരി മാസത്തിലേക്ക് മാറ്റുക. 12 2 14 മാസം അവിടെയായി. ഇത് ജൂൺ മാസത്തിലാണ് ആരംഭിച്ചത്. 14 നിന്നും 6 കുറയ്ക്കുമ്പോൾ അവിടെ 8 കിട്ടി. അപ്പോൾ 8 മാസവും 29 ദിവസവും. ഇനി 77 നിന്നും ഒരു വർഷം അങ്ങോട്ട് മാറ്റിയായിരുന്നല്ലോ മാസത്തിലേക്ക്, അപ്പോൾ അവിടെ 76 ആണ്. 76 നിന്ന് 75 കുറയ്ക്കുമ്പോൾ ഒരു വർഷം.
അങ്ങനെ 1 വർഷം 8 മാസം 29 ദിവസമായിരുന്നു അടിയന്തരാവസ്ഥകളുടെ ദിനങ്ങൾ. ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 വർഷം 8 മാസം 29 ഡേയ്സ്. 1 വർഷം എന്നാൽ 365 ദിവസം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. 6 മാസം എന്നാൽ 8 മാസം എന്നാൽ 243 ദിവസം. പിന്നെ 29, അതായത് 365, 1 വർഷം 365, മാസം 8 മാസം 243 ദിവസം, റിമൈനിങ് ആയിട്ടുള്ള 29 ദിവസം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 637. 637നെ ടോട്ടൽ ചെയ്യുമ്പോഴോ 7 3 10 6 16 ദിവസം. അതായത് ടോട്ടൽ 637 ദിവസം എന്നാൽ അതിൻ്റെ ബ്രീഫായിട്ട് എടുക്കുമ്പോൾ 16ആണ്. അത് ദുരിതകാലമായിരുന്നല്ലോ. കോൺഗ്രസിൻ്റെയും അധപ്പതനം ഏകദേശം അതോടുകൂടി തന്നെ തുടങ്ങിയല്ലോ. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധപ്പതനവും പുരോഗമനമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ 7 അവിടെ വന്നത്. എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് പിറ്റേ ദിവസം പിൻവലിച്ചാൽ പോരായിരുന്നു? അല്ലെങ്കിൽ തലേ ദിവസം പിൻവലിച്ചാൽ പോരായിരുന്നു? ഇതാണ് 7 എവിടെയെങ്കിലും ഒളിഞ്ഞും പാത്തി നിന്നുകൊണ്ട് ഓരോ മനുഷ്യനെയും ഫോളോ ചെയ്തുകൊണ്ട് ദുരിതങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മതി. നമ്മൾ എത്രയോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് 7ൻ്റെ കെടുതികളെക്കുറിച്ച്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അത്യാവശ്യം ഉള്ള ഒരു നടനാണ് കൊല്ലം തുളസി. അദ്ദേഹത്തിൻ്റെ ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്. അനേകം സിനിമകളിലെങ്കിലും അദ്ദേഹത്തെ പൊതുവെ ആൾക്കാർക്കറിയാം, മലയാള സിനിമ കാണുന്നവർക്കറിയാം പൊതുവെ. കൊല്ലം തുളസി, KOLLAM THULASI. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വാല്യൂ 43. 43, അവിടെ 7 വന്നു. ജീവിതാകപ്പാട് ദുരിതമല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്തു, ഭാര്യ കേസ് കൊടുത്തു, ഇദ്ദേഹത്തിന് വീട് പോയി, മകൾ വേറെ എവിടെയാണ്. അത് 7ൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ പേരിൽ 7 ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. എവിടെയെങ്കിലും പോയി തട്ടും മുട്ടും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ആരെയും പഴിച്ചിട്ടും കാര്യമില്ല. താല്പര്യമുള്ളവർ നിങ്ങൾ എന്നെ കാണണമെന്നും ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. 7 ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക. കൊല്ലം തുളസിയുടെ കഥകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ അറിയാം. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലോ ധാരാളം പരാതിയും വരും. ഒരിക്കലും പറഞ്ഞില്ലേ, ഏതോ സ്ത്രീയെപ്പറ്റി പറഞ്ഞപ്പോൾ അവളെയൊക്കെ വലിച്ചു കയറണമെന്നൊക്കെ, വലിയ കലാപമായി. കാരണം 7കാർ ഇങ്ങനെ അറിയാതെ നാവിൽ നിന്നും വീഴും. 7കാരുടെ ഈ ഇവിടെ UAE ഷാർജയിൽ ആത്മഹത്യ ചെയ്ത ഒരു വിഭജിക കഴിഞ്ഞിടയ്ക്കായിട്ട്. വിഭജിക പേരൊക്കെ നല്ല രസമല്ലേ. വിഭജിക എന്ന് വെച്ചാൽ വീണയാണ് കേട്ടോ. വിനോദം എന്നൊക്കെയുണ്ട്. അച്ഛനും അമ്മയും അർത്ഥം അറിഞ്ഞിട്ട പേരായിരിക്കാം. വിഭജികയുടെ ടോട്ടൽ അക്ഷരങ്ങളുടെ എണ്ണം 10, വാല്യൂ 33. നല്ലതാണ്, 10 നല്ലതാണ്, 33 നല്ലതാണ്. പക്ഷേ ടോട്ടൽ എടുക്കുമ്പോഴോ 33 10 43 അവിടെ വന്നു. അവർ ആത്മഹത്യ ചെയ്തല്ലോ. കാരണം എന്തു ആയിക്കോട്ടെ, 43 അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയത്. നിയമപരമായിട്ട് പറയാൻ ഭർത്താവിൻ്റെ ഓവറായിട്ടുള്ള ഒച്ചയും ബഹളവും സ്ത്രീധന പീഡനമൊക്കെയാണെന്ന് പറയാം. പക്ഷേ അവരെ ബാധിച്ചോ എന്നാണ് എടുക്കേണ്ടത്. 43 ഉണ്ടോ? 43 ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വരും. അവരുടെ മകളുടെ പേര് വൈഭവി നിതീഷ്. വിഭജിയുടെ ഹസ്ബൻഡ് പേര് നിതീഷ്. വൈഭവി നിതീഷ്. വൈഭവി നിതീഷിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 16. ആ കുട്ടി 1.5 വയസ്സുള്ള കുട്ടി മരിച്ചല്ലോ. വിഭജിയ കൊന്നതാണ് അല്ലേ. അത് എങ്ങനെയായാലും ആ കുട്ടിയുടെ പേരിൽ 16 അക്ഷരങ്ങൾ. കുട്ടിക്ക് ജീവിക്കാൻ പറ്റിയില്ലല്ലോ. അമ്മയുടെ പേര് 43, പേരിലെ ടോട്ടൽ വാല്യൂ, കുഞ്ഞിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 16. കഴിഞ്ഞ 7 വർഷമായിട്ട് വിഭജിക ഇവിടെ ഉണ്ടായിരുന്നു UAE. ഇനി ഒരു ജനറൽ നോളജിന് വേണ്ടി പറയുകയാണ്. ഏതൊരു വ്യക്തിയും ഒരു 7 വർഷം അടുപ്പിച്ച് എവിടെയെങ്കിലും താമസിച്ചാൽ അവരുടെ ആത്മാക്കൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഹൈന്ദവ വിശ്വാസമുണ്ട്. ഇതൊന്നും വിശ്വാസമില്ലാത്തവർ കാണണമെന്നില്ല. അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി. ഇതിനെയൊന്നും വിമർശിച്ചുകൊണ്ട് വരേണ്ട ആവശ്യവുമില്ല. ഒരിക്കൽ ഇതൊക്കെ വിമർശിക്കുന്ന ആൾക്കാർ, മുടിച്ചൂടാ മന്നന്മാർ, നിരീശ്വരവാദികളായ എത്ര പേര്, MD വാസുദേവൻ നായർ, ഒരു തലമുറയെ സത്യത്തിൽ അവിശ്വാസം കൊടുത്തുകൊണ്ട് നശിപ്പിച്ച വ്യക്തിയാണ് MD വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ സിനിമയല്ല എനിക്കിഷ്ടമാണ്. അവസാനം അദ്ദേഹം മുട്ടുകുത്തിയോ? എൻ്റെ 14ാമത്തെ വയസ്സിൽ വായിച്ചൊരു പുസ്തകമാണ്. 10ാം ക്ലാസ്സിലേക്ക് പാസ്സാകേണ്ട വെക്കേഷൻ സമയത്ത് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ച പുസ്തകമാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ, M മുകുന്ദൻ്റെ. അദ്ദേഹം പക്കാ നിരീശ്വരവാദിയില്ലായിരുന്നു. നമ്മൾ കണ്ടില്ലേ, മൂകാംബിയെ പോയി അദ്ദേഹം
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് ഭാര്യയുമായിട്ട്. തൽക്കാലം രക്തത്തിളപ്പിൽ ചില ആശയങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ജീവിക്കും, ഷൈൻ ചെയ്യും. അവസാന സമയത്തെല്ലാം മുട്ടുകുത്തും. എന്തിനാണെന്ന് ഈ ദൈവം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ദൈവങ്ങളായിട്ട് ആരും പ്രത്യേകിച്ചില്ല, അച്ഛനും അമ്മയ്ക്കേ ഉള്ളൂ. ഒരു എനർജിയാണ് യൂണിവേഴ്സിലെ. ആ എനർജിയെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുക. മറ്റുള്ള പോസിറ്റീവ് എനർജി അംഗീകരിക്കാൻ പറ്റില്ലാത്ത ആൾക്കാർ എന്നെങ്കിലും അവർ ട്രാപ്പിലാകും, എന്തെങ്കിലും കാര്യത്തിൽ കുടുങ്ങും. ഈ വിഭജിക 7 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വിഭജിയുടെ ആത്മാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, അവർ വിളിച്ചു എന്നതാണ് അതിനകത്തെ കണക്ക്. അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം, ആത്മാക്കളുടെ ബന്ധങ്ങളെ പറ്റിയൊക്കെ. ദൈവത്തെ ഒന്നും ആരാധിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ അമ്പലത്തിൽ, ഞാൻ അമ്പലത്തിൽ പോകാറില്ല. അഥവാ പോയാൽ അതിൻ്റെ പരിസരം വഴി ഇങ്ങനെ കറങ്ങി നടന്ന് അതിൻ്റെ ഭക്തന്മാരുടെ ഓരോരോ മുഖഭാവങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ല, ശ്രീകോവിലിന് അവിടെ പോയി ഞാൻ തൊഴാറില്ല. പക്ഷേ വീട്ടിൽ വിളക്ക് കൊടുത്തു, അത് വേറെ വശം. അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഈ ദേവാലയത്തിൽ പോയി, പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡിലെ അമ്പലത്തിലേക്ക് പോയി വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് എടുക്കത്തേ ഉള്ളൂ. നിരീശ്വരവാദികളായ ഭരണകർത്താക്കളുള്ളപ്പം അവിടുത്തെ ദൈവം ആരാണെന്ന് പോലും അറിയില്ല, ക്ഷേത്ര ആചാര മര്യാദകൾ പോലും അറിയില്ലാത്ത ആൾക്കാരെ പരിപോഷിപ്പിക്കാനായിട്ട് ദേവസ്വം ബോർഡിലേക്ക് പൈസ ഞാൻ കൊടുക്കില്ല. നിങ്ങൾ കൊടുത്തു. ഒരിക്കൽ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ വൈക്കത്ത് അമ്പലത്തിൽ ഒരു അന്നദാനം ഉണ്ടായിരുന്നു. തെറ്റില്ലാത്ത പൈസ മുടക്കി. അപ്പോൾ ഈ അന്നദാനം നടത്തുന്ന ആൾക്കാർക്ക് ഇത്ര കൂപ്പൺ കിട്ടും. ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ. ഞാൻ അല്പം സ്ലോയിൽ എല്ലാവരും കൂടി അങ്ങ് പോട്ടെ, പതുക്കെ പോകാമെന്ന് വിചാരിച്ച് ഞാനും ഭാര്യയും എൻ്റെ മോളുടെ കുടുംബത്തിൽ 2-3 സീനിയേഴ്സായ ആൾക്കാരും കൂടി അവിടെ ചെന്നപ്പം വൈക്കം ക്ഷേത്രത്തിലെ കാര്യമാണ് പറഞ്ഞത്. താൻ ഈ ഗുണ്ട, ഞങ്ങൾ കേട്ടത്തില്ല, സമയം കഴിഞ്ഞത്. ഇതാ നമ്മളാണ് സ്പോൺസർ ചെയ്ത്, നമ്മുടെ കയ്യിൽ കൂപ്പൺ ഇരിക്കുകയാണ്, ഇത് അനുഭവമാണ്. ആ ഗുണ്ടയുടെ പേരൊന്നും അറിയത്തില്ല. ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ ഉപജീവനമാർഗ്ഗം നടത്തുന്ന ആൾക്കാർ ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ഇങ്ങനെ അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ ഫണ്ട് കിട്ടുമ്പോൾ അവർ ധിക്കരിക്കുന്ന കണ്ടില്ലേ. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഞാനോ എൻ്റെ കുടുംബക്കാരോ പോകത്തില്ല. അതായത് ഏത് ക്ഷേത്രമായാലും അങ്ങനെയുള്ള മൂർത്തിയെ കാണുകയും വേണ്ട. അവനവൻ പ്രകൃതിയെ ബ്ലെസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടാനായിട്ട് അവനവൻ്റെ കുടുംബത്തിൽ ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുകയല്ല കേട്ടോ, നന്ദി പറഞ്ഞാൽ മതി. അതിനെപ്പറ്റി പിന്നെ വീഡിയോ ചെയ്യാം. ഈ വിഭജിയുടെ ആത്മാക്കൾ, പിതൃക്കൾ ഇവിടെ ഉണ്ടല്ലോ. ആ പിതൃക്കളുടെ പേരാണ്, പിതൃക്കൾ എന്ന് നമ്മൾ മലയാളിയിൽ പറയും. അതിന് ജിന്നെന്ന് വേണം പറയാം, ദേശക്കാപ്പിരി എന്നൊക്കെ പറയാം. ഒരു ആചാര രീതിയാണ്, നമുക്ക് പിന്നീട് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. നിങ്ങൾ പുരോഗതി കിട്ടുന്നില്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് എത്രയോ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി വരുന്നവർ പറയാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞു, സ്ത്രീ പറഞ്ഞു, സാറേ 23,000 രൂപ കൊടുത്തു, പൂജ നടത്തി, ഇപ്പം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല, ഇനി വീണ്ടും പൈസ മുടക്കാൻ. അതൊന്നുമല്ല, നമ്മുടെ പിതൃക്കൾക്ക്, പിതൃക്കൾ എന്ന് വെച്ചാൽ സ്വന്തം അച്ഛനും അമ്മയല്ല, അവരുടെ അച്ഛൻ്റെ ഇങ്ങനെ അവരുടെ അമ്മയുടെ അമ്മ, ഒരു 7 തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അമാവാസി നാളിൽ ചെറിയൊരു പൂജ ചെയ്താൽ മതി. സ്വന്തം വീട്ടിൽ 50 രൂപ പോലും മുടക്കില്ല, അല്ല വേണ്ട 100 രൂപ പോലും മുടക്കില്ല. വളരെ സിമ്പിളാണ്. എത്രയോ നമുക്ക് ആത്മസംതൃപ്തി കിട്ടുമെന്നറിയോ? ഒരു 6 മാസം ചെയ്തു നോക്കൂ. ഇവിടെ ധാരാളം പേരെ ആ രീതി ഞാൻ മനസ്സിലാക്കിച്ചിട്ടുണ്ട്. അവർ സത്യത്തിൽ അവരിപ്പം വളരെ സംതൃപ്തരാണ്. അപ്പോൾ വിഭജിക കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തി മരിച്ചു പോയെങ്കിൽ പോലും അവരുടെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊന്നും എല്ലാവർക്കും ദഹിക്കത്തില്ല കേട്ടോ. ദഹിക്കുന്നവരങ്ങ് പോയി കണ്ടാൽ മതി. ഇതൊന്നും വിമർശിച്ചുകൊണ്ട് വരണ്ട. അറിവില്ലാത്ത കാര്യങ്ങൾ വന്ന് വിമർശിക്കരുത്. ഈ വിഭജികയുടെ ഹസ്ബൻഡിൻ്റെ പേര് നിതീഷ്. നിതീഷിനകത്ത് 2 E ഉണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ ഡബിൾ E ഉണ്ടെങ്കിൽ അടുപ്പിച്ച് വേണം കേട്ടോ, അല്ല അപ്പുറത്തും ഇപ്പുറത്തായിട്ട് അവിടെ ഇവിടെയായിട്ട് പോരാ. 2 E അടുത്തുണ്ടെങ്കിൽ അവർ പണത്തിനോട് ആർത്തി കാണിക്കും. എങ്ങനെയായാലും എനിക്ക് പണം വേണമെന്ന് പറയും. നിതീഷ് പണത്തിൻ്റെ ആർത്തിയായിരുന്നല്ലോ. അയാൾ ഇവിടെ കോട്ടയംകാരനാണ്, കോട്ടയം പനച്ചിക്കാടിനടുത്തുള്ളതല്ലേ, പൂന്തിരത്തുള്ള ആളാണ്. ആ പണത്തിനോടുള്ള ആർത്തി ആ പേരിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ട് പിടിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരിൽ ഡബിൾ E അടുത്തടുത്ത് ഉണ്ടെങ്കിൽ അവരെ സൂക്ഷിച്ചോളണം. അവർ പണം എന്തെങ്കിലും കാര്യത്തിൽ അവർ നിങ്ങളെ വേണമെങ്കിൽ ചതിക്കുകയും ചെയ്യാം.
നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കുന്നില്ല, ഒരു നല്ല പ്രപ്പോസൽ വന്നു, വിദേശത്താണ്, അമേരിക്കയിലാണ്, ജപ്പാനിലാണ്, നല്ല ഹൈ പൊസിഷനാണ്, നല്ല സൗന്ദര്യമാണ്, നല്ല കുടുംബ തറവാടികളാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവരുടെ പേരിൽ 2 E ഉണ്ടെങ്കിൽ അവരെന്തുണ്ടെങ്കിലും ശരി ഡൗറി ചോദിക്കും. അവർക്ക് അങ്ങനത്തെ ലക്ഷ്യമുണ്ട്. ഇനി 2 E ഉള്ള ആൾക്കാർ വന്ന് ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വയമായിട്ട് അനലൈസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി തരിക. നിങ്ങളുടെ സകല കഥകൾ ഈ യൂട്യൂബിലൂടെ തന്നെ ഞാൻ വിശദീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു പേരിൽ 2 E വന്നാൽ അവർക്ക് പണത്തിനോട് ആർത്തി. നിതീഷിന് ആർത്തിയായിരുന്നല്ലോ, കൊതിയല്ല, മോഹമല്ല, ആർത്തി. പോരാ 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 എന്ന് പറയുന്നത്. നിതീഷിനോ 34ാമത്തെ വയസ്സിലാണ് വിവഞ്ചിയെ ആത്മഹത്യ ചെയ്തത്. നിതീഷിൻ്റെ 34ാമത്തെ വയസ്സിൽ. ഹരിപ്പാട് ഒരു 2 മാസം മുമ്പ് 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു മോൻ ആത്മഹത്യ ചെയ്ത് നിങ്ങളെല്ലാം കണ്ടു കാണും. പല ആൾക്കാരും കണ്ടു കാണത്തില്ല, ചിലപ്പോൾ മറന്നു കാണുമായിരിക്കാം. ഹരിപ്പാട് അന്നൊന്നും പിന്നെ വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. 5ാം സ്റ്റാൻഡേർഡിലൊരു കുട്ടി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ആ കുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? ഇഷ്ടംപോലെ കാരണങ്ങൾ കാണും. ആ കുട്ടിയുടെ പേര് ശ്രീ ശബരി, SRSABARI. ശ്രീ ശബരിയുടെ ന്യൂമറിക്കൽ വാല്യൂ 25 ഉണ്ടോ. 25 അവിടെ കൊണ്ടുപോയെന്നാണ് ഞാൻ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ കണ്ടെത്തുന്നത്. തക്കതായ കാരണങ്ങൾ വേറെ ഉണ്ടാകും. 25 ആ കുട്ടിയുടെ പേരിൽ വാല്യൂ. ഇനി ആ കുട്ടിയെ വിളിക്കുന്നത് ശബരി എന്നാണ്. ശ്രീ ശബരി എന്ന് എല്ലാവരും വിളിക്കത്തല്ലോ. ഔദ്യോഗികമായിട്ട് സ്കൂളിലെ റെക്കോർഡല്ലേ ശ്രീ ശബരി എന്ന്. ശബരി എന്ന പേരിനകത്ത് 6 അക്ഷരങ്ങളാണ് ഉള്ളത്. വാല്യൂ 10. 10ഉം 6ഉം അക്ഷരങ്ങളുടെ എണ്ണമായ 6ഉം ന്യൂമറിക്കൽ വാല്യൂ ആയ 10 കൂടി കൂട്ടുമ്പോൾ അവിടെ 16 വന്നു. അപ്പോൾ പല ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ദൈവങ്ങളുടെ പേരിട്ടാൽ എൻ്റെ മക്കളങ്ങ് നന്നായിക്കൊള്ളുന്നു. ദൈവങ്ങളുടെ പേരിട്ടാലും നന്നാകത്തില്ല. ഓരോ ദൈവങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ചില വീഡിയോസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇനിയും ചെയ്യാം. ഷാർജയിൽ ഈയിടെ മരിച്ചതാണ്. വിഭജിയെ മരിച്ചതിന് ശേഷം, ആത്മഹത്യ ചെയ്തതിന് ശേഷം ഒരു അതുല്യ ആത്മഹത്യ ചെയ്തു. അതുല്യയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 7. കോമണായിട്ട് എടുക്കുന്ന പല ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ പേരിൽ 7ൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതിലെ ആൾക്കാർ ദേവാലയങ്ങളിൽ പോയിട്ടൊന്നും ഒരു തൃപ്തിയില്ലാത്തത്, പൂജ ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും ഒരു പുരോഗതിയില്ലല്ലോ. അത് 7 എങ്ങനെയെങ്കിലും അവരെ മിക്കവാറും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അതുല്യയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 7ഉം വാല്യൂ 21 21 7ഉം 28. 28, 29 ഒരു പേരിൽ വന്നാൽ അത് നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതെല്ലാം എങ്ങും തൊടാൻ പറ്റില്ല, ഇനി ഏത് പേരിടുമെന്ന്. നല്ല സുന്ദരമായ പേരിടാമല്ലോ, നെഗറ്റീവ് എല്ലാം മാറ്റിക്കൊണ്ട്. അതല്ലേ ഈ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോണോളജിസ്റ്റിൻ്റെ ജോലി. അതുല്യയുടെ ഹസ്ബൻഡിൻ്റെ പേര് സതീഷ്, SATHSH. അവിടെയും പണത്തിൻ്റെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നാട്ടിൽ ഇവിടുത്തെ 9,500 ദിർഹം, നാട്ടിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് 23,000 22,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അല്ല, 2,00,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തത്. ഇവിടുത്തെ 9,500 രൂപയുള്ളൊരു കുടുംബം നടത്താനായിട്ട് കഷ്ടിച്ചൊക്കെ പോകാമെന്നേ ഉള്ളൂ അതുകൊണ്ട്. അപ്പോൾ സതീഷിൻ്റെ പേരിൽ സതീഷിൻ്റെ വാല്യൂ 31. 2 E ഉണ്ട് അവിടെ. പണത്തിനോടുള്ള ആർത്തിയുണ്ട്. പിന്നെ പേരിൻ്റെ വാല്യൂ 31 അക്ഷരങ്ങളുടെ. ആ 31ഉം അതുല്യയുടെ പേരിൻ്റെ വാല്യൂ 21. 31ഉം 21ഉം കൂടി കൂടുമ്പോൾ 52. വിവാഹത്തിന് മുൻപായിട്ട്, ഈ കുട്ടിയുടെ വിവാഹത്തിന് മുൻപായിട്ട് എന്നെ സമീപിച്ചിരുന്നെങ്കിൽ ഞാൻ പറയും, ഒരു കാരണവശാലും കല്യാണത്തിന് പോകണ്ടെന്ന് പറയും. ഇതൊന്നും ആദ്യമേ അംഗീകരിക്കത്തില്ല. അവനവൻ്റെ കുടുംബത്തിൽ നഷ്ടം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള നിഗൂഢശാസ്ത്രം, മിസ്റ്റിക് സയൻസ് അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കേവനാണെന്ന് പറഞ്ഞ് നടക്കും, വീമ്പിളക്കി. എല്ലാം എൻ്റെ ബുദ്ധിയല്ലേ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചില അല്പന്മാരുണ്ട്, പണം വരുമ്പോഴേക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ബുദ്ധി എന്ന് പറയും. ഈ അല്പന്മാർ വന്ന് ചില നെഗറ്റീവ് കമൻറ്റും പറയാറുണ്ട്, എൻ്റെ ബുദ്ധിയാണ്. അവർക്കൊക്കെ ഒരു നല്ല കെടുതി വരാൻ പോവുകയല്ലേ. പ്രത്യേകിച്ച് ചില വ്യക്തികളുടെ പേരിൽ SH എന്നുള്ള ലെറ്റർ ഉണ്ടെങ്കിൽ ഭയങ്കര ധാർഷ്ട്യമാണ്. ഐ എം ദ ഓൺലി പേഴ്സൺ ഇൻ ദിസ് വേൾഡ്, ഐ എം ദ റൂളർ എന്നുള്ള ചിന്തയാണ്. ഞാൻ മാത്രമാണ് ഈ ലോകത്തിൽ എല്ലാം തികഞ്ഞവൻ എന്നുള്ള ചിന്തയുള്ളവരാണ് പേരിൽ SH. നിങ്ങളിത് കേൾക്കുന്നവരെ എൻ്റെ സുഹൃത്തുക്കളുണ്ടാകാം, പക്ഷേ അത് നിങ്ങളിൽ ഉണ്ടാകും. എൻ്റെ അടുത്ത് കാണിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്പ അഹങ്കാരം ഉണ്ടാകും, അത് കുടുംബകലാപം ഉണ്ടാകും. അവർക്ക് സാമ്പത്തിക നഷ്ടം എപ്പോഴെങ്കിലും ഉണ്ടാകും. അവർ പലതും നേടും, സാമ്പത്തിക നഷ്ടം അടിയോടെ പോവുകയും ചെയ്യും. ഒത്തിരി സുഹൃത്തുക്കളുണ്ട് കേട്ടോ എനിക്ക്. നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഞാനൊരു പ്രൊഫഷണലായിട്ട് ഒക്കെ പറയുകയാണ്.
നിങ്ങളുടെ മക്കൾക്ക് ആ പേരിടുമ്പോൾ ഇങ്ങനെയുള്ള പേരൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. മറ്റൊന്ന്, ഒരു ഫിലിം ആക്ടർ ടിനി ടോം, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, മലയാളികൾക്കൊക്കെ അറിയാം. ആ വെള്ളിമൂങ്ങിയിൽ നായകനായിട്ട് വന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് TINITOM, നമ്പർ ഓഫ് ലെറ്റേഴ്സ് 7. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ട്രോൾ ചെയ്യാൻ അദ്ദേഹത്തെ കിട്ടും. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും അറിയാതെ എന്തെങ്കിലും വശപശ ഉണ്ടാകും. ഒരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞു, അന്യ രാജ്യത്തെ മുസ്ലിംസിന് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമം 2-3 വർഷം മുമ്പ് കൊണ്ടുവന്നു. പ്ലാൻ ഇട്ടപ്പോഴേ രാഷ്ട്രീയ പ്രേരിതമായ പല പല ചർച്ചകളുണ്ടായി. നമുക്കിവിടെ രാഷ്ട്രീയമില്ല, എല്ലാ മുസ്ലിംസിനെയും ഇവിടുന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് ആട്ടി ഓടിക്കാൻ പോകുകയാണെന്നുള്ളൊരു പ്രചാരമുണ്ടായി. അറിവില്ലാത്ത ആൾക്കാർ പേടിച്ചു, ഇവിടെ ജനിച്ച് വളർന്ന ഞങ്ങളെ ആട്ടി ഓടിക്കുകയാണെന്ന്. അവർ ഉദ്ദേശിച്ചത് ഈ റോഹിംഗ്യൻ മുസ്ലിംസിനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ടിനി ടോം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മുസ്ലിംസിനൊക്കെ കുഴപ്പമാകുമല്ലോ എന്ന്. അത് കേട്ടുകൊണ്ട് ധാരാളം ഇപ്പോഴും ഉണ്ടായതാണ് ടിനി ടോം. പിന്നീട് അദ്ദേഹം ക്ഷമയൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ 7 ലെറ്റേഴ്സ് ഉണ്ട്. എവിടെയെങ്കിലും കൊണ്ട് കുടുങ്ങും, എത്ര വലിയ ആളായാലും. ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയാൻ കാരണം, പ്രേം നസീർ മലയാളികൾക്ക് എല്ലാവർക്കും അന്നും ഇന്നും എന്നും ഇഷ്ടമുള്ള, അദ്ദേഹത്തെ കാണാത്ത ഒരു തലമുറയില്ല. അദ്ദേഹം പാടിയ പാട്ടും അഭിനയിച്ചതും എല്ലാ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. എത്രയോ നല്ലൊരു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, പ്രേം നസീറിനെ. അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വളർന്നത് തന്നെ. പ്രേം നസീർ വളരെ സിമ്പിളായ വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് എന്താണ്, അവസാന കാലഘട്ടങ്ങളിൽ പ്രേം നസീർ മരിക്കുന്ന ആ സമയത്ത് സിനിമയിൽ ചാൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മേക്കപ്പ് ചെയ്തുകൊണ്ടെന്നും ബഹദൂറിനെയും അടൂർ ഭാസിയൊക്കെ പോയി കാണുമായിരുന്നുവെന്ന് ടിനി ടോം പറഞ്ഞതാണ്. ട്രോള് കൊണ്ട് മടുത്തു. അദ്ദേഹം ഭൂമിയിൽ നിന്നില്ല, ആകാശത്ത് നിന്നില്ല. എത്രയോ പേര് ചീത്ത വിളിച്ചു, എന്തെല്ലാം ചീത്ത വിളിച്ചു. പ്രേം നസീറിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 9. ടിനി ടോമിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 7. 9 7 16. ആ കൂട്ടുകെട്ട് ശരിയല്ല. അതായത് ടിനി ടോം പ്രേം നസീറിനെ കണ്ടിട്ടില്ലായിരിക്കാം, ഇല്ലായിരിക്കാം. ആ കണ്ടോ, ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ആ എതിർ വ്യക്തിയുടെ ശക്തി എന്താണെന്ന് ന്യൂമറോളജിയിലൂടെ നമ്മൾ അറിയുക. നിങ്ങൾ ആരെപ്പറ്റിയെങ്കിലും എന്തെങ്കിലും വിമർശനമോ കുറ്റപ്പെടുത്തലോ എന്തെങ്കിലും നടത്താൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണവും ഔദ്യോഗികമായിട്ടാണെങ്കിൽ അവരുടെ ഔദ്യോഗികമായ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലെ അക്ഷരങ്ങളുടെ എണ്ണവും വെച്ചുകൊണ്ട് പറയണം. 16 വന്നാൽ 7, 16, 25, 34, 43, 52 വന്നാൽ നിങ്ങൾ പതുക്കെ പുറകോട്ട് പോകുന്നതാണ് മാനസികമായ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ നിശിതമായ വിമർശനങ്ങൾ കൊണ്ട് നിങ്ങൾ പൊതിയപ്പെടും. 16. ടിനി ടോമിൻ്റെ പേരിൻ്റെ വാല്യൂ 26. ടിനിയുടെ 11, ടോമിൻ്റെ 15, ടോട്ടൽ 26. പ്രേം നസീറിൻ്റെ പേരിൻ്റെ വാല്യൂ 35. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കിട്ടും. 35 അക്ഷരങ്ങളുടെ വാല്യൂ അല്ല, പേരൊക്കെ എന്താണ് ഒറിജിനൽ പേരെന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ ടിനി ടോമിൻ്റെ 26, പ്രേം നസീറിൻ്റെ 35, 26 കൂടി കൂടുമ്പോൾ 61 വീണ്ടും കൊണ്ടു കുഴപ്പിച്ചു. ടിനി ടോം ഇതൊന്നും അറിയുന്നില്ല. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക. ആരെപ്പറ്റിയെങ്കിലും വിമർശനം നടത്തുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകെട്ടിലൂടെ പോകുമ്പോഴോ, ഒരു സ്ഥാപനം നടത്താൻ പോവുകയോ, അല്ലെങ്കിൽ ഒരു മാരേജിൻ്റെ പ്രപ്പോസൽ വരികയോ, അല്ലെങ്കിൽ ഒരു ടൂറ് പോകുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഇനി എവിടെയെങ്കിലും ഹോട്ടലിലല്ല എന്താ ലോഡ്ജിൽ അക്കാഡമിക്കലായിട്ട് പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ പേരും വേറെ ആ ഹോസ്റ്റലിൽ മറ്റുള്ള ആ റൂംമേറ്റ്സിൻ്റെ നമ്പറൊക്കെ ആയിട്ട് നോക്കണം. അക്ഷരങ്ങളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ല, പഠിക്കുന്നവർ പഠിക്കട്ടെ. അപ്പോൾ അങ്ങനെ എളുപ്പം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ആ റൂം അങ്ങ് മാറണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ജീവിതത്തിലെ തടസ്സങ്ങൾ കുറച്ച് പരിഹരിക്കാൻ പറ്റും. അല്ലാതെ പൂജയൊന്നും നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. മറ്റൊന്ന്, കരിക്കിനേത്ത് സിൽക്ക് അടൂരുള്ള ഒരെണ്ണം പൂട്ടിയല്ലോ. 100-ന് മുകളിൽ ജീവനക്കാരുള്ള, ഏറെ വർഷം പഴക്കമുള്ള കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഫാമിലിയാണ് കരിക്കിനേത്ത്. പത്തനംതിട്ടക്കാരാണ് എന്നാണ് എൻ്റെ അറിവ്. പത്തനംതിട്ടക്കാർ. അവിടെ കരിക്കിനേത്ത് സിൽക്ക് മുങ്ങി. അതിൻ്റെ ഓണർ, ജോലിക്കാർ രാവിലെ വന്നപ്പം ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു ടെക്സ്റ്റൈൽ അടൂര്. അതിൻ്റെ ഓണറിൻ്റെ പേര് ജോസ് എന്നാണ്. ജോസ് കരിക്കിനേത്തിനകത്ത് 15 ലെറ്റേഴ്സ് ഉണ്ട്. അക്ഷരങ്ങളുടെ വാല്യൂ 46. 46-ഉം 15 കൂടി കൂട്ടുമ്പോൾ 61.
അവിടെ അടച്ചു പൂട്ടേണ്ടി വന്നു ആ സ്ഥാപനം. ജോസ് കരിക്കിനകത്താണ് കേട്ടോ. കരിക്കിനകത്ത് വേറെ ഉണ്ട്, അവിടെ ഇവിടെ ആയിട്ട് കോട്ടയത്തേക്കുണ്ട്, അതിൻ്റെ ബ്രാഞ്ചുണ്ട്. നമ്മൾ ഈ അടൂര കാര്യമാണ് ഈ പറയുന്നത്. ജോസിൻ്റെ ഒരു സഹോദരൻ ജോർജിൻ്റെ പേരിൽ 25 വാല്യൂ, GEORGE. അദ്ദേഹത്തിന് പത്തനംതിട്ടയിലുള്ള കരിക്കിനത്തിന് അവിടുത്തെ ഒരു കാഷ്യറിനെ ഈ ജോസ് ചവിട്ടിക്കൊന്നതായിട്ടൊരു കേസുണ്ടായിരുന്നു. അത് മറുനാടൻ മലയാളിയാണ്, രാജൻ ആണ് അത് പൊക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ജോർജിൻ്റെ കമ്പനിയിലെ കരിക്കിനകത്തെ അക്കൗണ്ടൻ്റായ ബിജുവിനെ ജോർജിൻ്റെ സഹോദരനായ ജോസ് ചവിട്ടിക്കൊന്നു. ബിജുവിൻ്റെ പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം 4, ജോസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 4, 8 അവിടെ 8 അപകടത്തെ കാണിക്കുന്നതാണ്. ബിജുവിൻ്റെ പേരിൻ്റെ വാല്യൂ 10, ജോസിൻ്റെ പേരിൻ്റെ വാല്യൂ 16. 16ഉം 10ഉം 26. അക്ഷരങ്ങളുടെ വാല്യൂ ടോട്ടൽ 26. അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 8. 26 8 എത്രയാണ്? 34. ജോസിൻ്റെ പേരിൽ 16 ഉണ്ട്, രണ്ടും കൂടി ചേർത്തപ്പോൾ 34. അവിടെയും ദുരിതമായില്ലേ? അതോടുകൂടി ജോസ് കേസായി, അകത്തായി, ജയിലിലായി. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അതിനു മുമ്പ് തന്നെ അഡ്വക്കേറ്റുമാർക്കും രാഷ്ട്രീയക്കാർക്കും പല ആൾക്കാർക്കും ഇദ്ദേഹം പൈസ ഞാൻ കൊടുക്കാൻ തുടങ്ങി. കാരണം കൊലപാതകമല്ലേ, ചവിട്ടിക്കൊന്നതല്ലേ, പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പോലീസിനൊക്കെ പൈസ കൊടുത്തു, അഡ്വക്കേറ്റിനൊക്കെ. ജയിലിൽ പോയതിന് ശേഷം ആ കേസൊന്ന് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉള്ള പൈസ എല്ലാം ചെലവഴിച്ചു. അങ്ങനെ കമ്പനിയുടെ അധപതനമായി. അവസാനം ശമ്പളം കൊടുക്കാനില്ലാതായതിൻ്റെ പേരിൽ ജോസ് മുങ്ങുകയും ചെയ്തു. അടൂർ കരിക്കിനകത്ത്. ഇതൊക്കെ പത്രമല്ല, TV വിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളും വായിച്ച് കാണുമല്ലോ, അല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. അപ്പോൾ അവിടെ 34 വന്ന് അദ്ദേഹത്തെയും കൊണ്ടുപോയി. ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തം നല്ല മനോഹരമായ ഭവനമുള്ള ഒരു വ്യക്തി. ഏഴിൻ്റെ ഗതി കേട്ടോ. ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഷീലു എബ്രഹാം എന്ന ഒരു സിനിമാ നടിയെ നമുക്കറിയാം. അതീവ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. സിനിമ കാണുന്നവർക്കറിയാം കേട്ടോ. ഷീലുവിൻ്റെ പേരിൽ ഷീലു എബ്രഹാം പേരിൻ്റെ വാല്യൂ, ഷീലു 27, എബ്രഹാം 16. ടോട്ടൽ 27 16 കൂടി 43. അവർ ആദ്യമേ 1-2 സിനിമ എടുത്തു, അതൊക്കെ വിജയിച്ചു. ഇപ്പോഴവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവർ ഈയിടെ ഒരു TV അഭിമുഖമുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉടുത്തിരിക്കുന്ന ഈ വസ്ത്രങ്ങളുടെ മാത്രമേ ഉള്ളൂ എടുപ്പ്, വേറെ ഒന്നുമില്ലെന്ന്. 43 അത്രയും കഴിവുള്ള അസുന്ദരിയായ സ്ത്രീക്ക് ഇത്രയും അധമനം വരാൻ കാരണം അത് അവർക്കറിയില്ല. 43 7 എപ്പോഴും അങ്ങനെയാണ്. നമ്മളെ ഉയർത്തി കൊണ്ടുപോയിട്ട് അങ്ങ് പുറകോട്ടൊരൊറ്റ വലിപ്പീരുണ്ട്. പിന്നെ കരകയറാൻ വിഷമമാണ്. ഇനി അവർക്ക് കയറാനും വിഷമമാണ് അവർക്കും. ഇവർക്കൊരു മൂവീസുണ്ട്, സ്വന്തം കമ്പനിയുണ്ട്, അബാം, ABAAM, അബാം മ്യൂസിക് മൂവീസ്. അബാം എന്നാണല്ലോ പറയുന്നത്. അബാമിൻ്റെ വാല്യൂ അക്ഷരങ്ങളുടെ എണ്ണം 5, നമ്പർ ഓഫ് ലെറ്റേഴ്സ് 9, 9 5 14. ഷീലു എബ്രഹാമിൻ്റെ ടോട്ടൽ വാല്യൂ 56, അക്ഷരങ്ങളുടെ എണ്ണം 13, വാല്യൂ 43, ടോട്ടൽ വാല്യൂ 56. അക്ഷരങ്ങളുടെ എണ്ണം വാല്യൂ കൂടി കൂട്ടുമ്പോഴല്ല 56. 56 അബാമും കൂടി കൂട്ടുമ്പോഴോ 56ഉം 14ഉം 70 ഉണ്ടോ. കമ്പനിയുടെ കാര്യം തീരുമാനമായി കഴിഞ്ഞു. ഷീലു എബ്രഹാമിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരോ എബ്രഹാമിന് 16 വാല്യൂ. മാത്യുവിൻ്റെ വാല്യൂ 25. ഇതെല്ലാം എബ്രഹാം മാത്യു എന്ന് ഒഫീഷ്യലായിട്ട് പറയുള്ളൂ, എപ്പോഴേ എബ്രഹാമെന്നേ പറയുള്ളൂ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് മാറ്റിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്കതുകൊണ്ട് ഒരു ഗുണവുമില്ല. പിന്നെ ഞാൻ ഈ ശാസ്ത്രശാഖ പഠിച്ചതാണ്. പിന്നെ ചില ആൾക്കാർ വിചാരിക്കും എൻ്റെ കുടുംബക്കാരുടെ വക കണ്ടുപിടുത്തമാണ്. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എത്രയോ സയൻറ്റിസ്റ്റുമാർ ഫോളോ ചെയ്യുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പരന്ന വായനയില്ലാത്ത ആൾക്കാർ അവനവൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവനവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ന്യൂസ് പേപ്പർ മാത്രം കണ്ട് വായിച്ചവർക്ക് അതാണ് ലോകം. വേറെ ഒരു ലോകവുമില്ല, അവർ കണ്ടിട്ടില്ല. വിശാലമായ വായന വേണം, പരന്ന വായന. സയൻസും ഹിസ്റ്ററി എല്ലാം വായിക്കണം. മെറ്റാഫിസിക്സ്, ജിയോഗ്രഫി എല്ലാം വായിച്ചാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുള്ളൂ. അതൊക്കെ സയൻറ്റിസ്റ്റുമാരുടെ പല പല കണ്ടുപിടുത്തങ്ങളാണ്. അതിനകത്ത് ഇതെല്ലാം പഠിച്ചിട്ട് എൻ്റേതായ ഒരു നിരീക്ഷണത്തിലൂടെ ഞാനിപ്പം ഈ ഒരു തലമുറയ്ക്ക്
അല്ലെങ്കിൽ ഇപ്പം വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ അറിവ് തരികയാണ്. ഇപ്പം നിങ്ങളിതൊന്നും വിശ്വസിക്കേണ്ട. മക്കൾക്കൊക്കെ തട്ടുമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് അന്ന് ദുഃഖിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പൈസ കിട്ടുമെന്ന ചിലവരുടെ ധാരണയെ. ഒരു രാജേഷ് നടരാജൻ്റെ ഒരു കമൻറ്റ് ഇപ്പോൾ കണ്ട്, ഞാൻ മറുപടി അങ്ങോട്ട് കൊടുക്കാം. 53 അവിടെ വന്നിരിക്കുന്നത് രാജേഷ് നടരാജൻ. ഞാൻ നോക്കിയായിരുന്നു. പണമുണ്ട്, പണത്തിന് ധാർഷ്ട്യമുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് രാജേഷ് നടരാജന് തോന്നുന്നുണ്ട്. നടരാജൻ എന്നുള്ള പേര് പിതാവിൻ്റേതായിരിക്കാം, രാജേഷ് എന്നുള്ള പേരിൻ്റെ ഞാൻ തികഞ്ഞവനാണെന്നുള്ള ചിന്തയുള്ള വ്യക്തിയാണ് ഈ രാജേഷ്. കാരണം രാജേഷിൻ്റെ പേരിനകത്ത് SH വന്നിട്ടുണ്ട്. ടോട്ടൽ വാല്യൂ 53. 53 എന്ന് പറഞ്ഞാൽ ശനീശ്വരൻ്റെ കോപത്തിന് ആ വ്യക്തി ഇരയാകും. സാമ്പത്തികമുള്ള ആളാണ്, സാമ്പത്തികം അദ്ദേഹത്തിന് ഇല്ലാതാകും. ഇനി അദ്ദേഹം ഇത് കേട്ട് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് കുടുംബകഥകൾ ഞാൻ പറഞ്ഞുതരാം. ദാമ്പത്യ ജീവിതം, ഭാര്യയുടെ പേര് കല്യാണം കഴിച്ച ആളാണെങ്കിൽ മിക്കവാറും രാജേഷ് എന്നുള്ള പേരിന് ഓൾമോസ്റ്റ് 45-50 വയസ്സിന് മുകളിലുണ്ടാകും ആ പേര് കൊണ്ട് നോക്കുമ്പോൾ. ഭാര്യയുടെയും പേരൊക്കെ നിർബന്ധമൊന്നുമില്ല. ഞാൻ നല്ല വ്യക്തമായിട്ട് മറുപടി തരാം. കുടുംബ കഥകൾ ഈ യൂട്യൂബിലൂടെ തന്നെ കമൻ്റായിട്ടോ ചാനലിൽ വേണമെങ്കിൽ വീഡിയോ ആയിട്ടോ പറയാൻ പറ്റും. അതുകൊണ്ട് അവനവനും വിശ്വസിക്കുന്ന കാര്യം ആയിട്ട് ഇങ്ങനെ കമൻറ്റോട്ട് പറഞ്ഞു. കമൻറ്റ് എനിക്കിഷ്ടമാണ്. കമൻറ്റ് വന്നാലേ ഇതിപ്പോൾ പറയാൻ പറ്റുള്ളൂ. രാജേഷ് നടരാജൻ്റെ ആ ഒരൊറ്റ കമൻറ്റ് കണ്ട് പല ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാകുക അത് ശരിയാണോ എന്നൊക്കെ അറിയാനായിട്ട്. ഞാൻ യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുന്നു. അതെൻ്റെ കഴിവല്ലേ. 40-45 വർഷമായിട്ട് മേഖലയിലുണ്ട്. എത്രയോ സമയം വായനയ്ക്കും പഠിത്തത്തിനും വേണ്ടി തന്നെ ചിലവഴിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാജേഷ്, ഞാൻ യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അസൂയുണ്ടോ? മറ്റുള്ളവരുടെ വളർച്ചയിൽ, മറ്റുള്ളവരുടെ ഗ്രോത്തിൽ അസൂയുള്ള ആളാണ് രാജേഷ്. രാജേഷിൻ്റെ നമ്പർ എത്രയാണ്? 17. രാജേഷിൻ്റെ വാല്യൂ 17 വരുന്ന ആൾക്കാർക്ക് അല്പം അസൂയുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ ഗ്രോത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മേഖലയായിരിക്കും. ഞാൻ ജനിച്ചത് 17-ാം തീയതിയാണ്. പിന്നെ എൻ്റെ മേഖല എൻ്റെ ഡിഫറെൻ്റാണ്. കോമ്പറ്റേറ്റീവ് മേഖലയല്ല. പ്രത്യേകിച്ച് വിദേശത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ ആരുമില്ല. ഇവിടെ അത്യാവശ്യം ഞാൻ മാത്രമേ ഉള്ളൂ കൺസൾട്ടേഷന് വേണ്ടി വർഷങ്ങളായിട്ട്. നാട്ടിലാണെങ്കിൽ ഇതൊക്കെ വലിയ മത്സരം ഉണ്ടാകുന്നിരിക്കും. എനിക്ക് മത്സരിക്കേണ്ട ആവശ്യവുമില്ല. പ്രായമൊക്കെ ഇത്രയായില്ലേ. അപ്പോൾ രാജേഷ്, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ പേരിൽ ആരുടെയെങ്കിലും പേരിൽ രാജേഷ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ധനമൊക്കെ ഉണ്ടാകും, ധനം പോവുകയും ചെയ്യും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബസ് സർവീസ് ആയിരുന്നു കൊട്ടാരക്കര ഉള്ള ശരണ്യ മോട്ടോഴ്സ്. പല ആൾക്കാരും കേട്ടു. ഈയിടെ എനിക്കൊരാളെ വീഡിയോ അയച്ചു തന്നു. ശരണ്യ കേരളത്തിൽ ധാരാളം വണ്ടി ഉണ്ടായിരുന്നു, അനേകം വണ്ടി. എനിക്ക് അയച്ചു തന്ന വീഡിയോയിൽ 35-ന് മുകളിൽ വണ്ടി ഉണ്ടായിരുന്നു, അതിന് മുകളിലുണ്ട് ലക്ഷക്കണക്കിനുള്ള വണ്ടി. അദ്ദേഹത്തിൻ്റെ ശരണ്യയുടെ നമ്പർ എത്രയാണ്? 7ആണ്. അതെല്ലാം ഇല്ലാതായി. എത്രയാ? 25 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് അതിൻ്റെ ഓണർ പറയുന്നത്. പിന്നെ വേറെ ആളിപ്പം കുറച്ച് മുൻപ് ഇവിടെ ഒരു കൺസൾട്ടേഷൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു അതെല്ലാം വണ്ടിയെല്ലാം ഇൻഷുർഡാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പറയത്തക്ക നഷ്ടമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശരണ്യയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം 40-40 വണ്ടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഇത്രയും വലിയ ധനാഢ്യനായ ആൾ അയാളുടെ വണ്ടിയെല്ലാം കാട് പിടിച്ച് കിടക്കുവാണ്. കാട്ടിൽ ഞാൻ വീഡിയോ ഉണ്ട് കേട്ടോ. നിങ്ങൾ ശരണ്യ മോട്ടോഴ്സ് എന്ന് ഇവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അതെന്താണെന്ന് ചോദിച്ചാൽ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ്. ഇദ്ദേഹത്തിന് വണ്ടിയുടെ സമയത്ത് ഗുണ്ടായിസം കാണിക്കുമായിരുന്നാണ് കമൻറ്റ് ബോക്സിൽ കണ്ടത്. ഞാൻ ആ വ്യക്തിയെ അറിയത്തില്ല, ശരണ്യ ബസ് കണ്ടിട്ടുമില്ല. ഈ 7-ാം തീയതി ജനിച്ച ആൾക്കാർ ഈ ഗുണ്ടായിസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുക. ഒരിക്കൽ 2 സ്കൂൾ കുട്ടികളെ ഇടിച്ച് ഒരു കുട്ടി മരിച്ചുപോയി. അതോടുകൂടിയൊക്കെ പ്രശ്നമായി. മന്ത്രി ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്ന സമയത്ത് ധാരാളം എന്തൊക്കെയോ അനുവാദങ്ങൾ കൊടുത്തു വണ്ടി ഓടിക്കാനുണ്ട്. പിന്നെ ഗണേഷിൻ്റെ വണ്ടിയായിട്ടാണ് ഞാനൊക്കെ ധരിച്ചിരുന്നത്, ഗണേഷ് കുമാറിൻ്റെ. അപ്പോൾ 7കാരൻ കളക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടി അമിതമായിട്ട് ഓടിക്കുകയും ആൾക്കാരുടെ അടുത്ത് ഗുണ്ടായിസം കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയോ തെറ്റോ അതൊക്കെ പോലീസുകാർ തീരുമാനിക്കട്ടെ. പക്ഷേ 7കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അവനവൻ്റെ കുടുംബമായിട്ട് അന്തസ്സായിട്ട് മാന്യമായിട്ട് ജീവിക്കുക, ഒതുങ്ങിക്കഴിഞ്ഞ് കൂടുക, അത്യാവശ്യം ചാരിറ്റിയൊക്കെ ചെയ്യുക. ഒന്ന് ചിരിച്ച് കാണിച്ചാൽ എന്താ കുഴപ്പം? വലിയ ഗൗരവം കാണിച്ചിട്ട് കാര്യമുണ്ടോ? മാസത്തിലൊരിക്കലും ഒരു അമാവാസിക്കോ ഒരു നേരത്തെ ആഹാരം, ചോറ് ഒരു സാധുവിന് മേടിച്ച് കൊടുത്താൽ എന്താ കുഴപ്പം? അങ്ങനെയൊക്കെ ചെയ്യാത്തവർക്കായി കംപ്ലയിൻറ്റ് വരുന്നത്. അതെല്ലാവരും മേടിച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. 440-ൽ മുകളിൽ ജോലിക്കാരുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ പോയില്ലേ? കേരളത്തിൽ 34,000 പ്രൈവറ്റ് ബസ്സുകളുണ്ടായിരുന്നു നേരത്തെ. അതിനകത്ത് നേരെ കൂപ്പുകുത്തി 7,000-ലേക്ക് ഗവൺമെൻറ് കൊണ്ടുവന്നു. 34,000 ബസ്സുകൾ 34 അത് നശിച്ചു. ഇപ്പോൾ 7,000-ലേക്ക് പോയി.
കാരണം 7000ലേക്ക് പോകാൻ കാരണം ഗവൺമെൻറ് പല റൂള് കൊണ്ടുവന്നു. ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ കുറ്റം പറയുന്നില്ല, കോൺഗ്രസിനെയോ മാർക്സിസ്റ്റിനെയോ ഒന്നും പറയുന്നില്ല. പഴയ കാലത്ത് ആർക്കും വണ്ടിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാവർക്കും വണ്ടി, ഒരു വീട്ടിൽ 2-3 വണ്ടിയൊക്കെ ഉണ്ടാകും. ബസ് സർവീസ് നഷ്ടമുണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ 34,000 വണ്ടിയായിരുന്നു, ഇപ്പോൾ അത് 7,000ലേക്ക് മാറി. ഈ അടുത്തിടയ്ക്കായിട്ട് മലയാള മൂവിയുടെ അസോസിയേഷൻ അമ്മ ഇതിലൂടെ ഒരു പരാതി വന്നിരുന്നു. ബാലചന്ദ്ര മേനോൻ, മാമുക്കോയ, സിദ്ദിഖ്, ജയസൂര്യ ഇവരെല്ലാവരും മിനു മുനീർ എന്ന സ്ത്രീയോട് ആരോഗ്യകരമല്ലാത്ത പല പെരുമാറ്റവും കാണിച്ചെന്ന് അവർ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞു, വളരെ വൾഗറായിട്ട്. ഞാൻ കേട്ടതാണ്. അന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് മിനുവിനെ പറ്റിയല്ല പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ്റെ പേരിനകത്ത് 7, സിദ്ദിഖിനകത്ത് പേരിനകത്ത് DI ഉണ്ട്, മാമുക്കോയ, ജയസൂര്യ ഒക്കെ. ഇവരെല്ലാം വളരെ മോശക്കാരാണ്, സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല, ഓപ്പണായിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. നിങ്ങൾ കണ്ടു കാണും എല്ലാം. ആ മിനു മുനീർ, മിനുവിൻ്റെ പേരിനകത്ത് ഈ മിനു മുനീർ എന്നാളിലും അവരുടെ പേരെങ്കിലും മിനു എന്നല്ലേ വിളിക്കുള്ളൂ. MINU മിനു. അക്ഷരങ്ങളുടെ വാല്യൂ 16ആണ്. നിങ്ങളുടെ പേരിൽ പല മിനുമാരുണ്ട് കേട്ടോ. 16 നിങ്ങളെ ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പതുക്കെ വേട്ടയാടും. ഞാനിതൊന്നും പറഞ്ഞ് പീഡിപ്പിക്കില്ല, എല്ലാം തെളിവുൾപ്പെടെയാണ് തന്നെ. മിനു മുനീറിൻ്റെ പേരിനകത്ത് 16, മുനീറിൻ്റെ പേരിൻ്റെ വാല്യൂ 27. 16ഉം 27ഉം കൂടി കൂട്ടുമ്പോഴോ 43. കഴിഞ്ഞ ദിവസം ഒരു സെക്സ് ഗ്രൂപ്പിലേക്ക് അവരുടെ ബന്ധുവായ സ്ത്രീയെ കൈമാറി, ഹാൻഡ് ഓവർ ചെയ്തു. ഇവർ വളരെ പെർഫെക്റ്റാണെന്ന് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വിർജിനായ സ്ത്രീയാണ് ഇവരെന്ന് അവർ വീഡിയോയിലൂടെ പറഞ്ഞത്. ആ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ആണുങ്ങളെല്ലാം അവരെ കണ്ടാൽ മഹാമോശമായിട്ട് പെരുമാറുന്നു. മാമുക്കോയ ഒരു സാധു മനുഷ്യൻ. എനിക്ക് ഇവരുടെ ഈ സിനിമ നടന്മാരുടെ ആരും പേഴ്സണൽ ലൈഫിനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരിക്കൽ ജയസൂര്യ ഇവിടെ വന്നപ്പോൾ, ഷോപ്പിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് ഫോട്ടോ കൊടുത്ത് വളരെ സിമ്പിളായിരുന്നു. അത് പറയാൻ പറ്റത്തില്ല, ഒരാളുടെ സ്വഭാവം പറയാൻ പറ്റത്തില്ല. എന്തായാലും മിനു മുനീറാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയും അടക്കമൊതുക്കമുള്ള ഉത്തമയായ പതിവ്രതയായ സ്ത്രീ എന്ന് അവർ പറഞ്ഞതാണ്. ആ രീതിയിലുള്ള വാക്കുകളാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ അവരെ പോലീസ് പിടിച്ചു, തമിഴ്നാട് പോലീസുകാർ ആലുവയിൽ വെച്ച് പിടിച്ചു. അത് കാരണം എന്താ, സ്ത്രീ സംരക്ഷണ നിയമം അവർ ദുരുപയോഗപ്പെടുത്തി. അവരുടെ പേരിൽ 43. അപ്പോൾ ചുരുക്കത്തിൽ ആരെയും പറഞ്ഞ് ഭയപ്പെടുത്തുമല്ല, താല്പര്യമില്ലാത്ത ഒരു വീഡിയോ കാണണ്ടാന്ന്. നിങ്ങളുടെ പേരിലോ നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നമ്പർ 7 ആണെങ്കിൽ 7ൻ്റെ ശ്രേണി, നിങ്ങളുടെ വീട്ടുപേരും നിങ്ങളുടെ പേരും കൂടി കൂടുമ്പോൾ 7 ആണെങ്കിൽ ദയവായിട്ട് മാറ്റൂ. എത്ര വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ആർക്കും എഴുതാം, ഒരു കുഴപ്പമില്ല. ആ കമൻറ്റിലൂടെ അവരുടെ കൾച്ചർ അറിയാം. പിന്നെ ഈ രാജേഷ് നാട്ടുകാരൻ എഴുതിയിട്ടുണ്ടല്ലേ, ഉടായിപ്പാണെന്ന്. ഇപ്പം ഞാൻ വലിയ കേമനൊന്നുമല്ല, വലിയ ഭാഷാ പണ്ഡിതനൊന്നുമല്ല. ഈ ഉടായിപ്പ് എന്നുള്ള ആ വാക്ക് മലയാള സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്, മലയാള ഭാഷയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് സലിം കുമാറാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഉടായിപ്പ് എന്ന് പറഞ്ഞു. അത് പല ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല. ഒരു പൊതുവായിട്ടുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് ഈ ഉടായിപ്പ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ. അവരുടെ നിലവാരം അതുകൂടി എടുക്കാതെ നമ്മളെല്ലാവരെയും എടുക്കുമ്പോഴും നമ്പർ വെച്ചുകൊണ്ട് മാത്രമല്ല, അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എന്താണ് അന്നേരം അറിയാൻ പറ്റും അവർ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന്. അപ്പോൾ രാജേഷ് കമൻറ്റ് ബോക്സിലേക്ക് എഴുതുമ്പോൾ നല്ല അന്തസ്സായ രീതിയിൽ മലയാള ശുദ്ധമായ ഭാഷയ്ക്ക് എഴുതും. പിന്നെ കുറച്ച് പെശകൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചില തെറ്റൊക്കെ ഉണ്ടാകാറുണ്ട്, എനിക്കറിയാം. എഡിറ്റ് ചെയ്യാൻ സൗകര്യമില്ല, സംഭാഷണമല്ലേ, ഇത് കാണാതെ പഠിച്ചിട്ട് പറയുമല്ലോ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. പിന്നെ ചില പോയിൻ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്ക് പേപ്പറിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ ശുദ്ധിയൊക്കെ നോക്കണം. നന്നാകാൻ നോക്കുക രാജേഷേ, മറ്റുള്ളവർ പൈസ ഉണ്ടാക്കുമ്പം അസൂയപ്പെടാതെ. ഓക്കെ, താങ്ക് യു. പിന്നെ എൻ്റെ അറിവ് വിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. താങ്ക് യു.